ഓക്കെ ഗ്രീൻസ് ഫംഗ്ഷൻ നമ്മൾ കണ്ടത് ഓക്കെ നമ്മൾ ഫസ്റ്റ് രണ്ട് ക്ലാസ്സിൽ കണ്ടത് ഇതായിരുന്നു എൽ വൈ പ്ലസ് ഫൈവ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഗ്രീൻസ് ഫംഗ്ഷൻ. സോ അതാണ് ഞാൻ ആദ്യം പറയുന്നത് ഇവിടെ. നോക്കാം, വി ഹാവ് ഡിസ്കസ്ഡ് ദ സൊല്യൂഷൻ ഓഫ് ദി കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സൊല്യൂഷൻ കിട്ടും, ഫൈവ് ഓഫ് എക്സിനകത്ത് വൈ ഇല്ലെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ കിട്ടും, ഫൈവ് ഓഫ് എക്സിൽ വൈ ഉണ്ടെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് കിട്ടും. സോ നമ്മൾ കൺസിഡർ ചെയ്ത ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഇതായിരുന്നു, എൽ വൈ പ്ലസ് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. വേർ എൽ വൈ, എൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അല്ല ഞാനിപ്പോ എഴുതുന്നത്, എൽ വൈയും കൂടെ ചേർത്താണ് ഇപ്പൊ എഴുതുന്നത്. എൽ വൈ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ വിത്ത് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻസ് ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തത്. ആൽഫ വൈ ഓഫ് എ പ്ലസ് ബീറ്റ വൈ ഡാഷ് ഓഫ് എ ഈക്വൽ ടു സീറോ, ആൽഫ ഡാഷ് വൈ ഓഫ് ബി പ്ലസ് ബീറ്റ ഡാഷ് വൈ ഡാഷ് ഓഫ് ബി ഈക്വൽ ടു സീറോ. സോ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഇവിടെ ആൽഫയും ബീറ്റ സെയിം ആൽഫ ബീറ്റ തന്നെയാണ് ഉപയോഗിച്ചത്, അങ്ങനെ വരണമെന്നില്ല. സോ ആൽഫ ഡാഷ് ബീറ്റ ഡാഷ് ആക്കി നിങ്ങൾ അത് കറക്റ്റ് ചെയ്തോളാം. ഓക്കെ, അന്നേരം ഞാൻ പറഞ്ഞു ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസും എക്സിസ്റ്റ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോൺസ്റ്റന്റ്സ് ആൽഫ ബീറ്റ, ഫസ്റ്റ് ഇക്വേഷനിലെ ആൽഫയും ബീറ്റയും സൈമിൾട്ടേനിയസ് ആയിട്ട് സീറോ ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സീറോ ഈക്വൽ ടു സീറോ എന്നാവില്ല. സോ അതുകൊണ്ട് ആൽഫ ആൻഡ് ബീറ്റ നോട്ട് സൈമിൾട്ടേനിയസ്ലി സീറോ. ഓൾസോ ആൽഫ ഡാഷ് ആൻഡ് ബീറ്റ ഡാഷ് നോട്ട് സൈമിൾട്ടേനിയസ്ലി സീറോ ആയിരിക്കണം. സോ ഇങ്ങനത്തെ ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എൽ വൈ പ്ലസ് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻസ് വരുന്നതിന്റെ ഗ്രീൻസ് ഫംഗ്ഷൻ ആണ് നമ്മൾ കണ്ടത്. അത് ഉപയോഗിച്ച് സൊല്യൂഷനിലേക്ക് എത്തുന്നത് അഥവാ ഇന്റഗ്രൽ ഇക്വേഷനിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, ആ സൊല്യൂഷൻ ഇങ്ങനെയായിരുന്നു, അഥവാ ഇന്റഗ്രൽ ഇക്വേഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. എന്താണ് ദ സൊല്യൂഷൻ ഓഫ് ദി കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ എന്തായിരുന്നു? y of x is equal to integral from a to b g of x chi phi of chi d chi. Okay, ഇനി സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ ഞാൻ കൺസിഡർ ചെയ്യാണ്. നെക്സ്റ്റ് സെക്ഷൻ ആണിത്, നോൺ ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻസ്. സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൽ വൈ പ്ലസ് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന അതേ സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ എടുക്കുന്നു. എന്നാൽ ഞാൻ ഇനി കൺസിഡർ ചെയ്യുന്നത് നോൺ ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻ. നോൺ ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ബൗണ്ടറി കണ്ടീഷൻസ് നിങ്ങൾ നോക്കുക. സോ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാം. കൺസിഡർ ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൽ വൈ പ്ലസ് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ, where Ly is d by dx of p of x into dy by dx plus q of x into y with non-homogeneous boundary conditions alpha y of a plus beta y dash of a equal to c. So right side 0 അല്ല വരുന്നത്. അതേപോലെ alpha dash y of b plus beta dash y dash of b is equal to d, where c d not equal to 0. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സിയും ഡിയും നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ രണ്ടും നോൺ സീറോ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആയിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് ഈ സിഒ ഡിഒ രണ്ടും സീറോ ആണെങ്കിൽ ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻസ് ആവും, രണ്ടും സീറോ ആണെങ്കിൽ ഹോമജനസ് ആവും. ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആണെങ്കിൽ എന്താവും? നോൺ ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻ ആവും. സോ ഞാൻ ഇവിടെ എഴുതിയപ്പോൾ സിയും ഡിയും നോട്ട് ഈക്വൽ ടു സീറോ എന്ന് എഴുതി. അതിനർത്ഥം രണ്ടും നോൺ സീറോ ആവണമെന്നില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് എയ്തർ ഓഫ് സി ആൻഡ് ഡി ഈസ് നോൺ സീറോ ആയിരുന്നാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ നോൺ ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് അവിടെ വരിക. സോ അതിന്റെ സൊല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫോമുലയല്ല, അതിന്റെ സൊല്യൂഷൻ ഒരു വ്യത്യാസമുണ്ട്. ദ സൊല്യൂഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ y of x is equal to p of x, ഒരു പുതിയ ഫംഗ്ഷൻ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, p of x പ്ലസ് ഇന്റഗ്രൽ ഫ്രം a to b g of x chi phi of chi d chi. സോ നേരത്തെ സൊല്യൂഷൻ ഇങ്ങനെയായിരുന്നു, y of x is equal to ഇന്റഗ്രൽ a to b g of x chi phi of chi d chi. സോ അതിന്റെ കൂടെ ഒരു പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ആയിട്ടൊരു ഫംഗ്ഷനും കൂടെ വരും. സോ അത്രേ ഉള്ളൂ സൊല്യൂഷനിലെ ഡിഫറൻസ് നോൺ ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻ വന്നാൽ. ഓക്കെ, ഇനി ഇതിനകത്ത് പി ഓഫ് എക്സ് ഒക്കെ എന്താന്ന് നമുക്ക് നോക്കാം. അതേപോലെ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ വേർ ജി ഓഫ് എക്സ് കൈ, ഇവിടെ നമ്മൾ ഈ എഴുതുന്ന ജി ഓഫ് എക്സ് കൈ ഇസ് ദ ഗ്രീൻസ് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ടു ദ അസോസിയേറ്റഡ് ഹോമജനസ് എൻ കണ്ടീഷൻസ്. ഗ്രീൻസ് ഫംഗ്ഷൻ നമ്മുടെ ക്വസ്റ്റിനെ തന്നിരിക്കുന്നത് ഇവിടെ നോൺ ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻസ് ആണെങ്കിൽ പോലും നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ കറസ്പോണ്ടിങ് ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻസ് എടുത്താൽ മതി. അതായത് റൈറ്റ് സൈഡ് രണ്ട് ഇക്വേഷന്റെയും സീറോ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് യു ഓഫ് എക്സ് വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് അല്ലേ. യു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ ഓഫ് എൽ വൈ ഈക്വൽ ടു സീറോ സാറ്റിസ്ഫൈങ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ആയിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നോൺ ഹോമജനസ് ആണെങ്കിൽ പോലും നമ്മൾ കറസ്പോണ്ടിങ് ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻ എടുത്താൽ മതി. സപ്പോസ് ഇവിടെ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നിങ്ങൾ വിചാരിക്കുക y ഓഫ് സീറോ ഇസ് ഈക്വൽ ടു 1 എന്നാണെന്ന് വിചാരിക്കുക. സോ നിങ്ങൾ യു ഓഫ് എക്സ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് എൽ വൈ ഈക്വൽ ടു സീറോ സാറ്റിസ്ഫൈങ് ഫസ്റ്റ് ഹോമജനസ് ബൗണ്ടറി കണ്ടീഷൻ എടുത്താൽ മതി.
y of 0 equal to 1 ആണെങ്കിൽ പോലും y of 0 equal to 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എടുത്താൽ മതി. സോ അതാണ് ഇവിടെ പറയുന്നത്. ഗ്രീൻസ് ഫംഗ്ഷൻ അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ വരും. കാരണം നമ്മൾ രണ്ട് ബൗണ്ടറി വി ഓഫ് എക്സ് എടുക്കുമ്പോഴും എന്താണ് വി ഓഫ് എക്സ് ഇസ് സൊല്യൂഷൻ ഓഫ് എൽ വൈ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈങ് സെക്കൻഡ് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ. സോ ഇവിടെ തന്നിരിക്കുന്ന നോൺ ഹോമോജനസ് ആണെങ്കിൽ പോലും അതിന് പകരം റൈറ്റ് സൈഡ് 0 ആക്കിക്കൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വി ഓഫ് എക്സ് ചൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ യു ഓഫ് എക്സും ചൂസ് ചെയ്താൽ മതി. സോ ഗ്രീൻസ് ഫംഗ്ഷന്റെ കേസിൽ വ്യത്യാസമൊന്നും കാണില്ല. കാരണം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോൺ ഹോമോജനസ് ആണെങ്കിലും ഹോമോജനസ് ആണെങ്കിലും ഈ ഗ്രീൻസ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് കൈക്ക് വ്യത്യാസമൊന്നും കാണില്ല. നമ്മൾ കാരണം ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് എടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ ആക്കിക്കൊണ്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, സോ ഇത്രയും പാർട്ട് സൊല്യൂഷൻ, അതുകൊണ്ട് തന്നെ സൊല്യൂഷനിലെയും ഇത്രയും പാർട്ടിന് വ്യത്യാസമൊന്നും കാണില്ല. അതായത് നിങ്ങൾ കറസ്പോണ്ടിങ് ഹോമോജനസ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന പാർട്ടില് തന്നെയായിരിക്കും ഈ ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് കൈ ഫൈ ഓഫ് കൈ ഡി കൈ. ഓക്കെ, ഇനി പി ഓഫ് എക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ദ സൊല്യൂഷൻ ഓഫ് എൽ വൈ ഈക്വൽ ടു 0. ഇതേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൽ വൈ ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ ആണ് പി ഓഫ് എക്സ് വിച്ച് സാറ്റിസ്ഫൈസ് ദ പ്രിസ്ക്രൈബ്ഡ് നോൺ ഹോമോജനസ് എൻ കണ്ടീഷൻസ്. എന്നാൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എൽ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ സാറ്റിസ്ഫൈങ് ഈ ബോത്ത് ദീസ് നോൺ ഹോമോജനസ് എൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ ആണ് പി ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുക. സോ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷൻ എഴുതിയാൽ ഇങ്ങനെ വരും പി ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് കൈ ഫൈ ഓഫ് കൈ ഡി കൈ. സോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജി ഓഫ് എക്സ് കൈ ഗ്രീൻസ് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഹോമോജനസ് എൻ കണ്ടീഷൻസ് കൺസിഡർ ചെയ്യുക. എന്നാൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് എൽ വൈ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈങ് നോൺ ഹോമോജനസ് എൻ കണ്ടീഷൻസും ആണ്. ഓക്കെ, സോ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കുക. ട്രാൻസ്ഫോം ദ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1 y of 0 equal to 0 y of L equal to 1 to an integral equation. സോ ഇവിടെ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കാനായിട്ടാണ്. സോ ഞാൻ ഗ്രീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ബൗണ്ടറി കണ്ടീഷൻസ് നോക്കുക. നമ്മൾ എപ്പോഴും ഒരു പ്രോബ്ലം തരുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഹോമോജനസ് കേസും നോൺ ഹോമോജനസ് കേസും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഈ പരീക്ഷയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം ഏത് ബൗണ്ടറി കണ്ടീഷൻസ് ഏതാണ് തന്നിരിക്കുന്നത്. നോൺ ഹോമോജനസ് ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യണം, ഹോമോജനസ് ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യണം. സോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻ കണ്ടീഷൻസ് ഹോമോജനസ് ആണോ അല്ലയോ എന്നുള്ളത്. അതേപോലെ ക്വസ്റ്റ്യനും ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കാനാണെങ്കിൽ ഫൈ ഓഫ് എക്സിനകത്ത് വൈ ഇൻക്ലൂഡഡ് ആണ്. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ എക്സ് വൈ മൈനസ് 1 ആയിട്ട് എടുക്കും, എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് മൈനസ് 1 ആയിട്ട് എടുക്കും. അതേപോലെ ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ് നോക്കുക. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഹോമോജനസ് ആണ്. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ് വൈ ഓഫ് എൽ ആണ്. ഇവിടെ എൽ ആണ് കേട്ടോ ഈ പോയിന്റ്, y of L equal to 1. സോ ഇവിടെ 1 ആണ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നോൺ ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ ആണ്. സോ നമ്മൾ രണ്ടാമത്തെ രീതിയിലാണ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല, ഗ്രീൻസ് ഫംഗ്ഷൻ അവിടെ വരുമ്പോൾ മാത്രമേ വ്യത്യാസം വരുള്ളൂ. പിന്നെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനോടെ കണ്ടുപിടിക്കണം. പിന്നെ സൊല്യൂഷൻ എഴുതുന്ന വ്യത്യാസം, അത്രേ ഉള്ളൂ ഡിഫറൻസ്. സോ സ്റ്റാർട്ടിംഗ് ഒക്കെ സെയിം ആണ്. ഇവിടെ നമ്മൾ എന്താണ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന 1 ആണ് ഇവിടെ, ക്യൂ ഓഫ് എക്സ് 0. സോ ദാറ്റ് എൽ വൈ ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്, അത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വരും. പിന്നെ ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കാനാണ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഫൈ ഓഫ് എക്സ് ആയിട്ട് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് മൈനസ് 1 എന്ന് ചൂസ് ചെയ്യണം. ഇനി ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ് ടു ഫൈൻഡ് ജി. സോ നമ്മൾ കൺസിഡർ എൽ വൈ ഈക്വൽ ടു 0. എൽ വൈ ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. സോ ഓക്സിലറി ഇക്വേഷൻ അതിന്റെ എം സ്ക്വയർ ഈക്വൽ ടു 0 വരും. സോ എം ഈക്വൽ ടു 0 0. സൊല്യൂഷൻ എന്ത് വരും y of x is equal to c1 plus c2x എന്ന് വരും. സോ രണ്ട് സൊല്യൂഷൻസ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ 1 ഉം x ഉം ആണ്. ഓക്കെ, ഇനി u of x ഉം v of x ഉം ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, നോൺ ഹോമോജനസ് കേസ് ആണ്. സോ എന്താണ് u of x is the solution of Ly equal to 0 satisfying ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്നാണ് നമ്മൾ നേരത്തെ എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവിടുത്തെ നോൺ ഹോമോജനസ് കേസ് ആണ്. എന്നാൽ ഗ്രീൻസ് ഫംഗ്ഷന്റെ കേസിൽ ബൗണ്ടറി കണ്ടീഷൻ ഹോമോജനസ് ആയിട്ട് എടുക്കണം എന്ന്. സോ അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈങ് ഫസ്റ്റ് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ. ഫസ്റ്റ് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ ഏതാണ്? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അത് ഹോമോജനസ് തന്നെയാണ്. സോ അത് തന്നെ എടുത്താൽ മതി, y of 0 equal to 0. സോ സാറ്റിസ്ഫൈങ് ഫസ്റ്റ് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ y of 0 equal to 0. സോ അത് ഏതാണ്? 1ലും എക്സിലും 1ഉം എക്സും ആണ് സൊല്യൂഷൻസ്. അതിൽ y of 0 equal to 0 ആണെങ്കിൽ y of x ആയിട്ട് x അല്ലേ എടുക്കണ്ടേ. സോ u of x ആയിട്ട് എന്ത് എടുക്കണം? x എടുക്കണം. ഓക്കെ, സോ u of 0 0 ആയിക്കോളും. ഇനി v of x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ സൊല്യൂഷൻ ഓഫ് Ly equal to 0 സാറ്റിസ്ഫൈങ് സെക്കൻഡ് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ ആണ് എടുക്കേണ്ടത്. സോ സെക്കൻഡ് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y of L equal to 1 അല്ല, y of L equal to 0 കൊടുക്കുക. സോ സാറ്റിസ്ഫൈങ് സെക്കൻഡ് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ y of L equal to 0 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് അവിടുത്തെ വ്യത്യാസം. സോ y of L equal to 0 സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്തായിരിക്കണം വരിക?
ഓക്കെ, y of l ഈക്വൽ ടു 0 ആണ് സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക 1 ഉം l ഉം y of l കൊടുത്താൽ y of x ആയിട്ട് ഞാൻ 1 എടുത്താൽ y of l ഉം 1 തന്നെ. y of x ആയിട്ട് ഞാൻ x എടുത്തു കഴിഞ്ഞാൽ y of l എന്ത് വരും? l ആണ് വരിക. സോ ഇത് രണ്ടും ഈ രണ്ട് സൊല്യൂഷൻസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഈ ബൗണ്ടറി കണ്ടീഷൻ. അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ലീനിയർ കോമ്പിനേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമോന്നാണ് നമ്മൾ നോക്കുക. 1ന്റെയും എക്സിന്റെയും ലീനിയർ കോമ്പിനേഷൻ. ഞാനിപ്പോ 1 into l, അത് ലീനിയർ കോമ്പിനേഷൻ മീൻസ് സം c1 into 1 plus c2 into x. സോ അത് ഞാൻ 1 into l പ്ലസ് മൈനസ് എക്സ് എടുക്കുകയാണ്, -1 into x അതിന്റെ സമ്മ്. സോ എന്ത് വരും? l മൈനസ് എക്സ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്, y of x l മൈനസ് എക്സ്. l എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ ഈ 1 into l ആണ്, മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കെയിലാർ l ആയിട്ട് എടുക്കുക. സോ l മൈനസ് എക്സ് എന്ന് ഞാൻ എടുക്കുകയാണ് y of x. l മൈനസ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ y of l എന്ത് വരും? l മൈനസ് l വരും. സോ അത് 0 അല്ലേ, y of l അവിടെ 0 ആവും. സോ അതുകൊണ്ട് ഞാൻ v of x ആയിട്ട് l മൈനസ് എക്സ് ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിലും എടുക്കാം. അതേപോലെ y of x ഞാൻ x മൈനസ് l എന്ന് എടുത്താൽ y of l എന്ത് വരും? l മൈനസ് l, അതും 0 വരും. സോ വേണമെങ്കിൽ x മൈനസ് l എന്നും ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം. എങ്ങനെ ചൂസ് ചെയ്താലും ഫൈനൽ സൊല്യൂഷനിൽ എത്തുമ്പോൾ സെയിം ആൻസർ ആയിരിക്കും വരിക. കാരണം നിങ്ങൾ ചൂസ് ചെയ്യുന്ന v of x നും u of x നും അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു Wronskian കിട്ടും, അതിന് കറസ്പോണ്ടിങ് ഗ്രീൻസ് ഫംഗ്ഷൻ കിട്ടും. സോ ഫൈനൽ സൊല്യൂഷൻ, അതിന്റെ ഫൈനൽ ഇന്റഗ്രൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സെയിമേ വരുള്ളൂ. ഓക്കെ, സോ ഞാനിവിടെ v of x ആയിട്ട് l മൈനസ് എക്സ് എന്ന് ചൂസ് ചെയ്യാണ്. ഇനി Wronskian കണ്ടുപിടിക്കുന്നു. സോ ഈ v of x ഉം u of x ഉം ചൂസ് ചെയ്തത് ക്ലിയർ ആയോ? ഓക്കെ, സോ ഇനി ഓക്കെ, സോ ഞാൻ Wronskian കണ്ടുപിടിക്കുകയാണ്. Wronskian ഓഫ് u of chi v of chi, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് u of chi v of chi u dash of chi v dash of chi. സോ u of x x ഉം u of x x, v of x l minus x ആ. സോ u of chi ഉം v of chi l minus chi ഉം വരും. നെക്സ്റ്റ് റോയിൽ അതിന്റെ ഡെറിവേറ്റീവ് എഴുതുന്നു. ഡെറിവേറ്റീവ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു chi ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ chi യുടെ ഡെറിവേറ്റീവ് 1, l മൈനസ് chi ൽ l ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ മൈനസ് chi യുടെ ഡെറിവേറ്റീവ് -1 വരും. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് chi മൈനസ് ഓഫ് l മൈനസ് chi, ദാറ്റ് ഈസ് മൈനസ് chi മൈനസ് l പ്ലസ് chi വരും. മൈനസ് chi ആൻഡ് പ്ലസ് chi ഗെറ്റ് ക്യാൻസൽ. സോ ദാറ്റ് Wronskian ഈസ് മൈനസ് l. ഇനി a യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് a ഈസ് p of chi into Wronskian of u of chi v of chi. ഓക്കെ, p of x എന്ന് പറയുന്നത് എന്തായിരുന്നു? p of x നോക്കുക 1 ആണ്. സോ p of chi എന്താണ്? 1 തന്നെയാണ്. സോ എന്ത് വരും? 1 into Wronskiന്റെ വാല്യൂ -l, സോ -l വരും. ഇനി ഗ്രീൻസ് ഫംഗ്ഷൻ നമ്മൾ സാധാരണ നമ്മൾ ഹോമോജനസ് കേസിൽ പഠിച്ച അതേ ഫോർമുലയ്ക്കൊന്നും ഒരു വ്യത്യാസവും ഇല്ല. സോ g of x യുടെ ഫോർമുല എഴുതുന്നു, -1/a u of x v of chi when x less than chi. അതേപോലെ -1/a u of chi v of x when x greater than chi. സോ -1/a യുടെ വാല്യൂ -l ആണ്. സോ -l into u of x x ഉം v of x l minus x ആയിരുന്നു. സോ v of chi l minus chi കൊടുക്കുന്നു when x less than chi. സോ അതേപോലെ -1/a -1/-l into u of chi എന്ന് പറയുന്നത് chi ആവും. ഇവിടെ x ന് പകരം chi കൊടുക്കുക, ഇവിടെ chi ക്ക് പകരം x കൊടുക്കുക, അതാണ് നമുക്ക് കിട്ടുക. സോ chi into l minus x എന്ന് കിട്ടും when x is greater than chi. ഈ -1/-l അടുത്ത സ്റ്റെപ്പിൽ ആ മൈനസ് അങ്ങ് പോകും. പോയിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? x/l into l minus chi when x less than chi. അതേപോലെ chi/l into l minus x when x greater than chi. സോ ഇതാണ് ഗ്രീൻസ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ കിട്ടി. ഇനി സൊല്യൂഷനിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഇത് നോൺ ഹോമോജനസ് കേസ് ആണ്. സോ സൊല്യൂഷനിൽ ഒരു p of x വരും. സോ നമുക്ക് ആ p of x കൂടെ കണ്ടുപിടിച്ചിട്ട് സൊല്യൂഷൻ എഴുതാം. p of x എന്താണെന്നായിരുന്നു ഞാൻ പറഞ്ഞത്? p of x is the solution of ly equal to 0. ആ സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ly equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ആണ് സാറ്റിസ്ഫൈങ് നോൺ ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ. നമ്മുടെ ഗിവൺ നോൺ ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻസ് ആയിരിക്കണം p of x സാറ്റിസ്ഫൈ ഉണ്ട്. സോ അത് ഏതൊക്കെയാണ്? ആ ഗിവൺ ബൗണ്ടറി കണ്ടീഷൻസ് തന്നെ എഴുതുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ അതേ ബൗണ്ടറി കണ്ടീഷൻസ്, ക്വസ്റ്റ്യനിലെ ബൗണ്ടറി കണ്ടീഷൻസ് ഒന്ന് നോക്കിയേ. y of 0 equal to 0, y of l equal to 1. ആ സെയിം ബൗണ്ടറി കണ്ടീഷൻസ് എഴുതി കൊടുക്കുക. ഓക്കെ, സോ അതാണ് p of x is the solution of ly equal to 0 satisfying non-homogeneous boundary condition. ആ ക്വസ്റ്റ്യനിലുള്ള അതേ ബൗണ്ടറി കണ്ടീഷൻ y of 0 equal to 0, y of l equal to 1. ഓക്കെ, സോ p of x ly equal to 0 യുടെ സൊല്യൂഷൻ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ച ആ 1 ഉം x ഉം അതിൽ ഏതോയാണ്. ഓക്കെ, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൊല്യൂഷൻസ് ഏതാണ്? 1 ഉം x ഉം. സോ ഈ 1 ഉം x ഉം അതിൽ ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷനും സാറ്റിസ്ഫൈ ആണ്, ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നതല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൊല്യൂഷൻ അങ്ങ് എടുത്താൽ മതി. 1ന്റെ xന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് p of x അങ്ങ് എടുക്കുക. ഈ അതിന് മുമ്പ് എഴുതി വെച്ച സൊല്യൂഷൻ c1 plus c2 x ആയിട്ട് അങ്ങ് എടുക്കുക. എന്നിട്ട് ആ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട് നമുക്ക്,
അത് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ ഈ C1ഉം C2ഉം നമുക്ക് കിട്ടും. സോ അങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി പി ഓഫ് എക്സിന്റെ. സോ പി ഓഫ് എക്സ് ആയിട്ട് ജനറലി C1 പ്ലസ് C2x എന്നങ്ങ് എടുക്കുക. കാരണം രണ്ട് ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. അപ്പൊ C1ഉം C2ഉം നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. സോ ടേക്ക് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1ന്റെ എക്സിന്റെ ലീനിയർ കോമ്പിനേഷൻ C1 പ്ലസ് C2x എന്ന് ഞാൻ എടുക്കുന്നു. ഇനി ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? y ഓഫ് 0 ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ഉണ്ട്. അതായത് y ഓഫ് 0 ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ മീൻസ് പി ഓഫ് 0 ഈക്വൽ ടു 0 ആയിരിക്കണം. സോ പി ഓഫ് 0 ഈക്വൽ ടു 0 മീൻസ് പി ഓഫ് എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താണ്? C1 പ്ലസ് C2 ഇൻറ്റു 0 ആയിരിക്കും എക്സിന് 0 കൊടുക്കുമ്പോൾ. സോ അതായത് C1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. C1 0 ആണെങ്കിൽ പി ഓഫ് എക്സ് എന്താവും? പി ഓഫ് എക്സിൽ C1 0 ആണെങ്കിൽ പി ഓഫ് എക്സ് എന്താണ്? C2x എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? y ഓഫ് എൽ ഈക്വൽ ടു 1. y ഓഫ് എൽ ഈക്വൽ ടു 1 പി ഓഫ് എക്സ് സാറ്റിസ്ഫൈ ആണെന്ന് വെച്ചാൽ എന്താണ്? പി ഓഫ് എൽ ഈക്വൽ ടു 1 ആണ്. പി ഓഫ് എൽ ഈക്വൽ ടു 1 പി ഓഫ് എക്സിന്റെ എൽ കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സിന് പോലെ C2l ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതിൽ നിന്ന് C2ന്റെ വാല്യൂ എന്ത് കിട്ടും? 1/l. സോ പി ഓഫ് എക്സ് C2x എന്നാണ് നമ്മൾ എഴുതിയത്. C2ന്റെ വാല്യൂ 1/l എന്ന് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഓഫ് എക്സ് എന്ത് കിട്ടും? x/l എന്ന് കിട്ടും. സോ പി ഓഫ് എക്സ് നമുക്ക് കിട്ടി. ഇറ്റ് ഈസ് x/l. സോ ഇനി നമുക്ക് സൊല്യൂഷൻ എഴുതാം. ദ കറസ്പോണ്ടിങ് ഇൻഡെക്സ് സൊല്യൂഷൻ അല്ല, നമുക്ക് ഇവിടെ കിട്ടുക ഇന്റഗ്രൽ ഇക്വേഷൻ ആണ്. സോ ദ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ എന്താണ്? y of x is equal to. സോ നോൺ ഹോമോജനസ് കേസിലെ സൊല്യൂഷൻ നോക്കുക. y of x is equal to നമ്മൾ എങ്ങനെ എഴുതും? p of x plus ഇന്റഗ്രൽ ഫ്രം 0 to l. കാരണം എന്താ? 0 to l ബൗണ്ടറി പോയിന്റ്സ് നോക്കുക. 0യും l ആണ് ഇവിടുത്തെ ബൗണ്ടറി പോയിന്റ്സ്. സോ അതുകൊണ്ടാണ് ഇന്റഗ്രൽ ഫ്രം 0 to l കൊടുക്കുന്നത്. ഇന്റഗ്രൽ ഫ്രം 0 to l g of x chi phi of chi d chi. ഇനി പി ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് x/l. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x/l പ്ലസ് ഇന്റഗ്രൽ ഫ്രം 0 to l g of x chi ഇൻറ്റു phi of chi യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. phi of x നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? x ഇൻറ്റു y of x മൈനസ് 1. സോ phi of chi ആകുമ്പോൾ എന്ത് വരും? chi ഇൻറ്റു y of chi മൈനസ് 1. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. chi ഇൻറ്റു y of chi മൈനസ് 1 d chi. സോ ദാറ്റ് ഈസ് x/l പ്ലസ് ഞാൻ ഇവിടെ രണ്ട് ടേംസ് ഉണ്ടല്ലോ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ഇന്റഗ്രൽ ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഫ്രം 0 to l g of x chi chi y of chi d chi മൈനസ് 1ന്റെ മൈനസ് ഇന്റഗ്രൽ ഫ്രം 0 to l g of x chi d chi. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ x/l നമ്മൾ ഇനി ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഈ g of x chi ഇന്റഗ്രൽ ഫ്രം 0 to l g of x chi d chi മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഈ x/l ഇവിടെ അതുപോലെ തന്നെ കിടക്കും. അതേപോലെ രണ്ടാമത്തെ ഇന്റഗ്രലിനകത്ത് ഈ y ഉണ്ട്. ഇതിനെ ഒന്നും ചെയ്യാനില്ല. ഇതും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം നമ്മൾ ഈ മൂന്നാമത്തെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് ഞാൻ ഈ മൂന്നാമത്തെ ഇന്റഗ്രൽ എടുത്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ ഫ്രം 0 to l g of x chi d chi. കാരണം ഇവിടെ g of x chi മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് സോ നൗ ഇന്റഗ്രൽ ഫ്രം 0 to l g of x chi d chi. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും x എന്ന് പറയുന്ന പോയിന്റ് വെച്ച്. സോ ഇന്റഗ്രൽ ഫ്രം 0 to x g of x chi d chi പ്ലസ് ഇന്റഗ്രൽ ഫ്രം x to l g of x chi d chi. ഇനി 0 to x നമുക്കറിയാം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു chi ആണ്. ദാറ്റ് ഈസ് chi lies in the range between 0 and x. സോ chi is less than x ആകുമ്പോൾ ഉള്ള g of x chi ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. chi is less than x ആകുമ്പോൾ ഉള്ള g of x chi means g of x chi യുടെ നോക്കുക രണ്ടാമത്തെ പാർട്ടാണ് chi less than x. സോ എന്ത് വരും? chi by l into l minus x. അടുത്ത ഇന്റഗ്രലില് x by l into l minus chi യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു g of x chi യുടെ വാല്യൂ ആയിട്ട്. So chi by l into l minus x d chi plus integral from x to l x by l into l minus chi d chi. First integral നോക്കിയാൽ with respect to chi l integrate ചെയ്യും. So l minus x by l constant അത് outside എടുക്കുന്നു. Integral from 0 to x chi d chi വരും. Second integral x by l constant അത് outside എടുക്കുന്നു. So integral from x to l l minus chi d chi വരും. So ഇവിടെ l വെച്ച് രണ്ടിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? ഫസ്റ്റ് ടേം 1 ആവും. 1 minus of x by l എന്ന് കിട്ടും. സോ ഇവിടെ chi ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ chi square by 2 from 0 to x plus x by l into അടുത്ത ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? l chi നെ ഇന്റഗ്രൽ l d chi എന്ത് വരും? l into chi l chi minus chi square by 2 from x to l. ഇനി വാല്യൂസ് കൊടുക്കുന്നു. 1 minus x by l into ഇവിടെ x കൊടുക്കുമ്പോൾ x square by 2 minus 0 ആയിപ്പോ പ്ലസ് x by l into ഇവിടെ ആദ്യം l കൊടുക്കുമ്പോൾ l square minus l square by 2 minus of അടുത്ത x കൊടുക്കും lx minus x square by 2 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x square by 2 minus x cube by 2l എന്ന് കിട്ടും. പ്ലസ് ഈ x by l കൊണ്ട് ഞാൻ ഇങ്ങോട്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താണ് ഈ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ രണ്ട് ടേംസ് ക്യാൻസൽ ആയി പോകും. ബാക്കി ഞാൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് x square by 2 minus x square ചെയ്യുമ്പോൾ minus x square by 2, അതേപോലെ xl minus xl by 2 plus xl by 2 എന്ന് കിട്ടും. സോ ഇതാണ് ആ ഇന്റഗ്രലിന്റെ വാല്യൂ. നമ്മൾ നേരത്തെ എഴുതി വെച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ആ വാല്യൂ. സോ y of x എനിക്ക് അങ്ങനെ കിട്ടും. y of x is equal to x by l plus integral from 0 to l g of x chi chi y of chi d chi minus of ഈ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. minus x square by 2 plus xl by 2.
സോ ഇതിനെ ഈ എക്സ് വരുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ നമുക്ക് ആദ്യം വരുന്നത്, y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എന്നല്ലേ ജനറൽ ഇന്റഗ്രൽ ഇക്വേഷന്റെ ഫോം. അതുകൊണ്ട് ഈ ഫംഗ്ഷനെ കൂടെ ഞാൻ ആദ്യം കൊണ്ടുവന്ന് എഴുതുവാണ്. എക്സ് ബൈ എൽ മൈനസ് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് സ്ക്വയർ ബൈ ടു വരും, അതേപോലെ മൈനസ് എക്സ് എൽ ബൈ ടു വരും, പ്ലസ് ഈ ഇന്റഗ്രൽ എഴുതുന്നു, ഇന്റഗ്രൽ 0 to L g ഓഫ് എക്സ് കൈ ഖൈ y ഓഫ് കൈ ഡി ഖൈ. സോ ഇത്രേ ഉള്ളൂ അതിന്റെ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും കിട്ടുന്ന ഫംഗ്ഷൻ ആയ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ഈ പ്രോബ്ലം ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ട്രാൻസ്ഫോം ദ പ്രോബ്ലം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു എക്സ്, y of 0 equal to 1, y dash of 1 equal to 0 to a Fredholm integral equation. സോ ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്, ഹോമോജനസ് കേസ് ആയിട്ട് ചെയ്തത്. സോ അത് തെറ്റായിരുന്നു. സോ നമുക്ക് ഇവിടെ അത് ചെയ്യാം. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താണ്, ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കാനാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ഫൈ ഓഫ് എക്സിനകത്ത് y വരണം. സോ ഫൈ ഓഫ് എക്സ് ഇവിടെ നമ്മൾ y മൈനസ് എക്സ് എന്ന് എടുക്കും. അതേപോലെ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ഹോമോജനസ് ആണോ അല്ലയോ എന്നാണ്. ഇവിടെ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നോൺ ഹോമോജനസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നോൺ ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷന്റെ കേസാണ്. ഓക്കെ, സോ പി ഓഫ് എക്സ് നമ്മൾ ഇവിടെ എന്താണ്, എൽ ഓഫ് വൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് പി ഓഫ് എക്സ് 1ഉം ക്യൂ ഓഫ് എക്സ് 0യും. എല്ലാ ക്വസ്റ്റ്യനിലും ഈ പി ഓഫ് എക്സ് 1ഉം ക്യൂ ഓഫ് എക്സ് 0 വരുമെന്നൊന്നും വിചാരിക്കരുത്. എനിവേ നിങ്ങളുടെ ടെക്സ്റ്റ് തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെല്ലാം അങ്ങനെ വരുന്നുള്ളൂ എന്നാണ്. സോ അങ്ങനെ വരുമ്പോൾ ഈ എൽ വൈ എന്ന് പറയുന്ന എല്ലാത്തിലും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ തന്നെ വരും എന്ന് വിചാരിക്കരുത്. ഓക്കെ, അതിപ്പോ അല്ലാത്ത ഇക്വേഷൻ വന്നാലും ഇവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് എന്തായാലും വരിക. സോ ഫൈ ഓഫ് എക്സ് വൈ ഓഫ് എക്സ് മൈനസ് എക്സ് എന്ന് എടുക്കുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ പോലെ എൽ വൈ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. സൊല്യൂഷൻസ് c1 പ്ലസ് c2 എക്സ് വരുന്നു. സോ സൊല്യൂഷൻസ് എടുത്താൽ 1ഉം എക്സും. ഇനി യു ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോഴാണ് വ്യത്യാസം വരിക. യു ഓഫ് എക്സ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് എൽ വൈ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈങ്. ഇത് നോൺ ഹോമോജനസ് കേസ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻസ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. സോ സാറ്റിസ്ഫൈങ് ഫസ്റ്റ് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ y ഓഫ് 0 ഈക്വൽ ടു 0. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്തായിരുന്നു, y ഓഫ് 0 ഈക്വൽ ടു 1 ആയിരുന്നു. പക്ഷെ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ എടുക്കുക. സോ y ഓഫ് 0 ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുക. സോ സാറ്റിസ്ഫൈങ് ഫസ്റ്റ് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ y ഓഫ് 0 ഈക്വൽ ടു 0. സോ ഇതിൽ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഞാൻ y ഓഫ് എക്സ് ആയിട്ട് x എടുത്തു കഴിഞ്ഞാൽ എന്താണ് y ഓഫ് 0 0 ആവും. സോ u ഓഫ് എക്സ് ആയിട്ട് x എടുക്കുക. അപ്പൊ u ഓഫ് 0 0 ആണ്. ഇനി v ഓഫ് എക്സ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് Ly ഈക്വൽ ടു 0 സാറ്റിസ്ഫൈങ് സെക്കൻഡ് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ. സോ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഓൾറെഡി ഹോമോജനസ് തന്നെയാണ്. സോ അത് തന്നെ എഴുതി കൊടുക്കുക, y ഡാഷ് ഓഫ് 1 ഈക്വൽ ടു 0. സോ സെക്കൻഡ് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ y ഡാഷ് ഓഫ് 1 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെടുക്കണം, ഞാൻ y ഓഫ് എക്സ് ആയിട്ട് 1 എടുത്താൽ y ഡാഷ് ഓഫ് എക്സ് 0 ആണ്. സോ y ഡാഷ് ഓഫ് 1ഉം 0 ആണ്. സോ അതുകൊണ്ട് തന്നെ v ഓഫ് എക്സ് ആയിട്ട് എന്തെടുക്കുന്നു, 1 എടുക്കുന്നു. ഇനി റോൺസ്കിയൻ ഓഫ് u ഓഫ് കൈ v ഓഫ് കൈ കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനന്റ് u ഓഫ് കൈ v ഓഫ് കൈ u ഡാഷ് ഓഫ് കൈ v ഡാഷ് ഓഫ് കൈ. u ഓഫ് എക്സ് എക്സും v ഓഫ് എക്സ് 1ഉം ആണ്. സോ u ഓഫ് കൈ കൈയും v ഓഫ് കൈ 1ഉം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1ഉം 0ഉം കിട്ടും. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 0 മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 1 എന്ന് കിട്ടും റോൺസ്കിയൻ. ഇനി a എന്ന് പറയുന്നത് p ഓഫ് കൈ ഇൻറ്റു റോൺസ്കിയൻ. p ഓഫ് എക്സ് നമുക്ക് 1 ആയിരുന്നു. സോ p ഓഫ് കൈയും 1 തന്നെ. സോ 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 വരും. ഗ്രീൻസ് ഫംഗ്ഷൻ ജനറൽ ഫോമിൽ എഴുതുന്നു. മൈനസ് 1 ബൈ എ യു ഓഫ് എക്സ് വി ഓഫ് കൈ വെൻ എക്സ് ലെസ് ദാൻ കൈ മൈനസ് 1 ബൈ എ യു ഓഫ് കൈ വി ഓഫ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ കൈ. ഇവിടെ എയുടെ വാല്യൂ മൈനസ് 1 ആണ്. സോ മൈനസ് 1 ബൈ എ എന്നുള്ളത് മൈനസ് 1 ബൈ മൈനസ് 1 ദാറ്റ് ഈസ് 1 വരും. ഇനി യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് കൈ എന്ത് വരും, യു ഓഫ് എക്സ് എക്സ് ആണ് ഇൻറ്റു വി ഓഫ് എക്സ് 1 ആണ്. സോ വി ഓഫ് കൈയും 1 ആണ്. സോ എക്സ് ഇൻറ്റു 1 വരും. സോ എക്സ് വരും വെൻ എക്സ് ലെസ് ദാൻ കൈ ആകുമ്പോൾ. അതേപോലെ യു ഓഫ് കൈ കൊടുക്കുമ്പോൾ എന്താണ്, യു ഓഫ് എക്സ് എക്സ് ആണ്, യു ഓഫ് കൈ കൈ വരും. വി ഓഫ് എക്സ് 1 ആണ്. സോ കൈ ഇൻറ്റു 1 കൈ വരും വെൻ എക്സ് ഗ്രേറ്റർ ദാൻ കൈ ആകുമ്പോൾ. സോ ഇതാണ് ഗ്രീൻസ് ഫംഗ്ഷൻ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ പി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഇത് നോൺ ഹോമോജനസ് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ. സോ പി ഓഫ് എക്സ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് Ly ഈക്വൽ ടു 0 സാറ്റിസ്ഫൈങ് നോൺ ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻ. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. നോൺ ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ഏതൊക്കെയാണ്, y ഓഫ് 0 ഈക്വൽ ടു 1, y ഡാഷ് ഓഫ് 1 ഈക്വൽ ടു 0. ഈ സെയിം ബൗണ്ടറി കണ്ടീഷൻസ് തന്നെ എടുക്കുക. സോ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് y ഓഫ് 0 ഈക്വൽ ടു 1ഉം y ഡാഷ് ഓഫ് 1 ഈക്വൽ ടു 0 എടുക്കും. സോ ഇവിടെ Ly ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ ആണ്. സോ ഇവിടെ നമ്മൾ എന്താണ്, ഞാൻ പറഞ്ഞു നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ മതി. c1 പ്ലസ് c2 എക്സ് ആയിട്ട് പി ഓഫ് എക്സ് എടുക്കുക. ആ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിച്ച് c1ഉം c2ഉം സോൾവ് ചെയ്തെടുത്താൽ മതി. സോ പി ഓഫ് എക്സ് ആയിട്ട് ഞാനിവിടെ c1 പ്ലസ് c2 എക്സ് എന്ന് എടുക്കുന്നു. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ y ഓഫ് 0 ഈക്വൽ ടു 1 ആണ്. അതായത് പി ഓഫ് 0 ഈക്വൽ ടു 1.
ഇവിടെ എക്സിന്റെ പ്ലേസിൽ 0 എടുക്കുമ്പോൾ എന്താണ് c1 plus c2 into 0. സോ c1 equal to 1 എന്ന് കിട്ടും. സോ c1 1 ആയി. സോ p of x എനിക്ക് എങ്ങനെ എഴുതാം? 1 plus c2x എന്ന് എഴുതാം. ഇനി സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ y dash of 1 equal to 0 ആണ്. സോ p dash of 1 equal to 0 ആണ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ വരിക. സോ p dash of x, p of x ഇപ്പൊ നമുക്ക് കിട്ടി. p dash of x എടുത്താൽ എന്ത് വരും? c2 എന്ന് കിട്ടും. സോ p dash of 1 equal to 0 സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. p dash of 1 എന്ത് തന്നെയാണ്? c2. സോ c2 equal to 0 എന്ന് കിട്ടും. സോ p of x 1 plus c2x, അതിൽ c2 0 ആണെങ്കിൽ p of x equal to 1 എന്ന് കിട്ടും. സോ p of x കിട്ടി. ഇനി കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ എന്താണ്? നമ്മുടെ സൊല്യൂഷൻ എഴുതുന്നത് എങ്ങനെയാണ്? y of x is equal to p of x plus ബൗണ്ടറി പോയിന്റ്സ് 0 ഉം 1 ഉം ആയിരുന്നു. അവിടെ നോക്കുക, ഇതല്ലായിരുന്നു ബൗണ്ടറി കണ്ടീഷൻസ്. y of 0 equal to 1, y dash of 1 equal to 0. 0 ഉം 1 ഉം ആണ് ആ പോയിന്റ്സ്. സോ അതുകൊണ്ട് തന്നെ 0 to 1 ആണ് ഇന്റഗ്രൽ. 0 to 1 g of x k, phi of k dk. p of x ന്റെ വാല്യൂ 1 കൊടുക്കുന്നു. പ്ലസ് ഇന്റഗ്രൽ 0 to 1 g of x k. phi of x y of x minus x എന്നായിരുന്നു. സോ phi of chi എന്ത് വരും? y of chi minus chi dk. സോ ഇവിടെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 1 plus integral 0 to 1 g of x chi y of chi dk minus integral from 0 to 1 g of x chi into chi dk. ഈ ഫസ്റ്റ് ഇന്റഗ്രൽ നോക്കി ഇതിനകത്ത് y of chi ഉണ്ട്. സോ ഇതിനെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഈ സെക്കൻഡ് ഇന്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിൽ മുഴുവൻ ഈ ആദ്യത്തെ ഇന്റഗ്രലും കൂടെ ചുമ്മാ എഴുതി പോകണം. അതുകൊണ്ടാണ് ഇത് മാത്രം ഇവാലുവേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ നൗ ഇന്റഗ്രൽ ഫ്രം 0 to 1 ഈ രണ്ടാമത്തെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ആണ്. g of x chi into chi dk. അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഒരു x എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട്. സോ ഇന്റഗ്രൽ 0 to x g of x chi into chi dk പ്ലസ് ഇന്റഗ്രൽ ഫ്രം x to 1 g of x chi into chi dk. ഇനി g of x chi യുടെ വാല്യൂ 0 to x എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ chi less than x ആണ്. സോ chi less than x ആകുമ്പോൾ g of x chi യുടെ വാല്യൂ ഈ രണ്ടാമത്തെ പാർട്ടാണ് chi ആണ് വരിക. അടുത്ത പാർട്ടിൽ x ഉം വരും. ഓക്കെ, സോ ഫസ്റ്റ് chi കൊടുക്കുന്നു g of x chi ആയിട്ട്. സോ എന്ത് വരും? chi into chi dk പ്ലസ് ഇന്റഗ്രൽ ഫ്രം x to 1 x into chi dk വരും. സോ ഫസ്റ്റ് ഇന്റഗ്രൽ 0 to x chi square dk. അടുത്ത ഇന്റഗ്രൽ x കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കുന്നു. സോ ഇന്റഗ്രൽ ഫ്രം x to 1 chi dk. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ chi cube by 3 from 0 to x plus x into chi square by 2 from x to 1. സോ ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ x cube by 3 minus 0 വരും. ഓക്കെ, പ്ലസ് x into 1 by 2 minus x square by 2 എന്ന് വരും. സോ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ x cube by 3 plus x by 2 minus x cube by 2 എന്ന് കിട്ടും. ഈ x cube by 3 minus x cube by 2 ചെയ്യുമ്പോൾ minus x cube by 6 എന്നാണ് കിട്ടുന്നത്. സോ ആൻസർ ആയിട്ട് ഇവിടെ x by 2 minus x cube by 6 എന്ന് കിട്ടും. സോ ഇവിടെ ഈ നമ്മൾ ഈ y of x എഴുതി വെച്ചതിൽ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ y of x എന്ത് വരും? 1 plus integral 0 to 1 g of x k y of k dk minus of ആ വാല്യൂ കൊടുക്കുന്നു x by 2 minus x cube by 6. അടുത്ത സ്റ്റെപ്പിൽ ഇതെല്ലാം ഫംഗ്ഷൻ ഓഫ് x ആയിട്ട് വരുന്നതാണ്. സോ ഞാൻ ആ 1ന്റെ കൂടെ എഴുതാണ്. ഫസ്റ്റ് അതങ്ങ് എഴുതാണ്. 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ minus x by 2 plus x cube by 6 എന്ന് വരും. പ്ലസ് ഇന്റഗ്രൽ 0 to 1 g of x k y of k dk. അടുത്ത് ഞാൻ ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ആക്കിയിരിക്കുന്നതാണ് 6. സോ 6 ആക്കുമ്പോൾ എന്ത് വരും? 6 minus 3x plus x cube എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ അതിനെ 1 by 6 ഇൻറ്റു ഫസ്റ്റ് എക്സ് ക്യൂബ് എഴുതുന്നു മൈനസ് 3x plus 6. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതേ ഉള്ളൂ. അങ്ങനെ ഒന്നും എഴുതണം എന്നൊന്നുമില്ല. ഈ 1 minus x by 2 plus x cube by 6 plus ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾ നിർത്തിയാലും ശരിയാണ്. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് രണ്ട് സ്റ്റെപ്പ് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. സോ ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക.